ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. അപ്പോൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫെയർസ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 4 വരെയുള്ള പ്രധാനപ്പെട്ട മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇങ്ക് 62,370 crore കോൺട്രാക്ട് വിത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഫോർ 97 തേജസ് MK1 ഫൈറ്റർ ജെറ്റ്. അപ്പം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും അതുപോലെ തന്നെ ആരാണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും കൂടി ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? 97 തേജസ് MK1A ഫൈറ്റർ ജെറ്റിന് വേണ്ടിയുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 97 ഫൈറ്റർ ജെറ്റിന് വേണ്ടി സൈൻ ചെയ്ത MOUന്റെ ആ കോൺട്രാക്റ്റിന്റെ എമൗണ്ട്, എത്ര രൂപയുടെ കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്? 62,370 കോടിയുടെ കോൺട്രാക്റ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ജനറൽ അനിൽ ചൗഹാൻ ടെന്യൂർ ആസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അണ്ടിൽ 2026. അപ്പൊ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അല്ലെങ്കിൽ ഇന്ത്യയുടെ CDS, ഇന്ത്യയുടെ രണ്ടാമത്തെ CDS ആയിട്ടുള്ള ജനറൽ അനിൽ ചൗഹാന്റെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ സെക്കൻഡ് CDS ആണ്, സെക്കൻഡ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ആര്? അനിൽ ചൗഹാൻ, ജനറൽ അനിൽ ചൗഹാൻ. അപ്പൊ ഫസ്റ്റ് ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ, ആരായിരുന്നടാ അത്? ആദ്യത്തെ CDS ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. പേര് കേട്ടിട്ടുണ്ടോ? ഈ ഒരു പേര് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? നമ്മുടെ ചോപ്പർ ക്രാഫ്റ്റിൽ അന്തരിച്ച നമ്മുടെ ആർമി ജനറൽ ആയിട്ടുള്ള ജനറൽ ബിപിൻ റാവത്ത്, അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹമായിരുന്നു. അപ്പൊ സെക്കൻഡ് ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ്. അദ്ദേഹത്തിന്റെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വരെയാണ്? 2026 വരെ അദ്ദേഹത്തിന്റെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. Then next point എന്താണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് പാറ്റ്ന ഹൈക്കോടതി. പാറ്റ്ന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് പവൻ കുമാർ ഭീമപ്പ ഭജന്ത്രി. അപ്പോ പാറ്റ്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? പാറ്റ്നപ്പ ഭീമപ്പ അല്ലെ? പാറ്റ്നയുടെ ചീഫ് ജസ്റ്റിസ് ഭീമപ്പ ഭജന്ത്രി. സോ പാറ്റ്നയപ്പ ഭീമപ്പ. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ്, GST അപ്പലേറ്റ് ട്രൈബ്യൂണൽ ലോഞ്ച്ഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഒരു GST അപ്പലേറ്റ് ട്രൈബ്യൂണൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം? ഈ GST റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകളും നാഷണൽ ലെവലിൽ ഒരേപോലെ ആ ഡിസ്പ്യൂട്ട് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിസോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു GST അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ആരാണ് ലോഞ്ച് ചെയ്തത്? GST ആണ്, ഫിനാൻസ് കാര്യമാണ്, ഫിനാൻസ് മന്ത്രി തന്നെ ആയിരിക്കണം. സോ നിർമ്മല സീതാരാമൻ ലോഞ്ച്ഡ് GST ട്രൈബ്യൂണൽ അപ്പലേറ്റ്. സെറ്റിലേടാ? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്? ക്യാബിനറ്റ് അപ്രൂവ്സ് 3,822 crore NH139W ഹൈവേ പ്രോജക്ട് ഇൻ ബീഹാർ. അപ്പൊ NH139 ഹൈവേ പ്രോജക്ട് ഏത് സ്റ്റേറ്റ് ആണ്? ബീഹാർ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഹൈവേ പ്രോജക്റ്റിന് വേണ്ടിയുള്ള ക്യാബിനറ്റ് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ആൻഡ് അതിന് അനുവദിച്ചിട്ടുള്ള ഔട്ട്ലേ എന്ന് പറയുന്നത് 3,822 കോടിയാണ്. ഈ ഒരു ബീഹാറിലെ NH139W ഹൈവേ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 3,822 കോടി. കുറേ എമൗണ്ടുകൾ, നമ്പറുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല ഫിലിമിൽ കാണുന്ന കണക്കെല്ലാം ഇങ്ങനെ പറന്ന് നടക്കരുത്. എവിടെയെങ്കിലും നോട്ട് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിച്ചാടാ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ചുമ്മാ വായിച്ചു വിട്ടാൽ ആ വായിച്ചോണ്ടിരുന്നോ ഒന്നും ഓർമ്മ കാണൂല. സോ ഓർമ്മ വരണമെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യണം. ജസ്റ്റ് കമ്പയർ ചെയ്യാൻ ഒരെണ്ണം കാണുമ്പോൾ ഓർമ്മ വരുന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോടാ. അപ്പൊ നമ്മുടെ ബീഹാറിന്റെ, എസ്പെഷ്യലി നോർത്തേൺ ബീഹാറിന്റെ ഈ ഒരു കണക്ടിവിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതിന് ഭാഗമായിട്ട് അവിടുത്തെ ഹൈവേ ഡെവലപ്മെന്റ് ഒക്കെ ഭാഗമായിട്ട് ക്യാബിനറ്റ് ഇപ്പൊ എത്ര രൂപ അപ്രൂവ് ചെയ്തിട്ടുണ്ട്? 3,822 crore അപ്രൂവ് ചെയ്തിട്ടുണ്ട്.
സോ അടുത്തത് സൂപ്പർ ടൈഫൂൺ റഗാസ ഡിവാസ്റ്റേറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. റഗാസ പേര് കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അത്ര രസമല്ല. എന്താണ്? ഒരു ടൈഫൂൺ ആണ്. സ്ട്രോങ്ങസ്റ്റ് സ്റ്റോം ഓഫ് 2025 എന്ന് പറയാം. അപ്പൊ സ്ട്രോങ്ങസ്റ്റ് സ്റ്റോം ഓഫ് 2025 റഗാസ. ഒരു രസവും ഇല്ല അല്ലെ? അപ്പൊ റഗാസ അപ്പൊ എവിടേക്കാണ് അഫക്റ്റ് ചെയ്തത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയെ അഫക്റ്റ് ചെയ്തു. മെയിൻ ആയിട്ട് തായ്വാൻ, ഫിലിപ്പീൻസ്, അതുപോലെ തന്നെ സൗത്ത് ചൈന, ഹോങ്കോങ് എന്നീ സ്ഥലങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് സ്റ്റോം ഏതാണ്? റഗാസ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു റഗാസ അല്ലെ? മറക്കത്തില്ലല്ലോ. എന്താണ്? സ്ട്രോങ്ങസ്റ്റ് സ്റ്റോം ഓഫ് 2025 അഫക്റ്റ് ചെയ്ത പ്ലേസസ് ഏതാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ അഫക്റ്റ് ചെയ്തു. നമ്മൾ നോക്ക്, ഭാഗ്യം ഇന്ത്യ ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അഫക്റ്റ് ചെയ്ത പ്ലേസസ് ഹോങ്കോങ്, സൗത്ത് ചൈന, തായ്വാൻ, ഫിലിപ്പീൻസ്. അപ്പൊ ഇത്രയും പ്ലേസിനെയാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് സ്റ്റോം ഏതാണടാ? റഗാസ. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്? സെവൻത് ഫ്യൂച്ചർ ഫുഡ് ഫോറം. സെവൻത് ഫ്യൂച്ചർ ഫുഡ് ഫോറം 2025 എവിടെ സ്റ്റാർട്ട് ചെയ്തു? ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. ഭാവി ഭയങ്കര സുന്ദരമായ ഒരു പ്ലേസ് തന്നെയാണ്. അതിന്റെ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഫോറം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. സോ 7ാമത്തെ എന്താണ്? ഫുഡ് ഫോറം, ഫ്യൂച്ചർ ഫുഡ് ഫോറം ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. ICC സസ്പെൻസ് USA ക്രിക്കറ്റ് മെമ്പർഷിപ്പ് ഓവർ ഗവേണൻസ് ഇഷ്യൂ. അപ്പോൾ എന്താണ്? ICCയുടെ ആ ഒരു റൂൾസ് ഒക്കെ ബ്രീച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് USAയുടെ ക്രിക്കറ്റ് മെമ്പർഷിപ്പ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റീസെന്റ് ICC ഏത് രാജ്യത്തിന്റെ മെമ്പർഷിപ്പ് ആണ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തത്? ഏത് രാജ്യമാണ്? USAയുടെ ക്രിക്കറ്റ് മെമ്പർഷിപ്പ് ICC താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഇൻ ഇന്ത്യ മാർക്സ് 11 years ഓഫ് ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എത്ര വർഷമായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്? 11 വർഷം തികഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാണ് അത് ലോഞ്ച് ചെയ്തത്? എന്നാണ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്? ഏത് വർഷമായിരിക്കും? 11 വർഷം തികയുന്നു എന്ന് പറയുമ്പോൾ ഇത് 2025. അപ്പൊ എത്ര വർഷമാടാ? ഏത് വർഷമാണ്? 2014 ലോഞ്ച് ചെയ്തു. 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ആരുടെയാണ്? നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തത്. 2014 സെപ്റ്റംബർ 25 ലോഞ്ച് ചെയ്തു മേക്ക് ഇൻ ഇനിഷ്യേറ്റീവ്. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഇപ്പോൾ 11 വർഷം കവർ ചെയ്തിട്ടുണ്ട്. So Sudhanshu was appointed as president of ASCI. അപ്പൊ ASCI എന്താണ്? ASCI എന്താണ്? അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ASCI. എന്താണ്? അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പൊ അപ്പൊ ASCIയുടെ പ്രസിഡന്റ് ആയിട്ട് എന്താണ്? സുധാൻഷു വാറ്റ്സിനെ അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ചെയർപേഴ്സൺ ആയിട്ട് സുബ്രഹ്മണ്യേശ്വറിനെ അപ്പോയിന്റ് ചെയ്തു. നമുക്ക് പ്രസിഡന്റ് മതി. പുള്ളിക്കാരനെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇൻ കേസ് ഇനി അവർക്ക് പ്രസിഡന്റ് വേണ്ട, വയസ്സ് മതിയെങ്കിലോ. സോ പ്രസിഡന്റ് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ASCI അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് സുധാൻഷു വാറ്റ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിട്ട് സുബ്രഹ്മണ്യേശ്വറിനെ അപ്പോയിന്റ് ചെയ്തു. ഓക്കേടാ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ലോഞ്ചസ് ബീഹാർ മുഖ്യമന്ത്രി മഹിളാ റോജ്ഗാർ യോജന. സോ മുഖ്യമന്ത്രി മഹിളാ റോജ്ഗാർ യോജന, ഈ ഒരു സ്കീമിന് മുൻകൈ എടുത്ത സ്റ്റേറ്റ് ഏതാണ്? മുഖ്യമന്ത്രി മഹിളാ റോജ്ഗാർ യോജന ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ്? ബീഹാർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആണ് മുഖ്യമന്ത്രി മഹിളാ റോജ്ഗാർ യോജന. പക്ഷേ അത് ഇനോഗ്രേറ്റ് ചെയ്തത് ബീഹാർ CM അല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ് മുഖ്യമന്ത്രി മഹിളാ റോജ്ഗാർ യോജന ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പം ബീഹാറിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള മുഖ്യമന്ത്രി മഹിളാ റോജ്ഗാർ യോജന ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് എന്താണ്? നമ്മൾ ഈ ബീഹാറിലെ ഏതാണ്ട് 75 ലക്ഷത്തോളം സ്ത്രീകൾക്ക്
എത്ര രൂപയാണ്? മാസം 10,000 രൂപ അവരുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു മുഖ്യമന്ത്രി മഹിള റോജ്ഗാർ ഇനിഷ്യേറ്റീവ്. എത്ര രൂപയാണ്? 10,000 rupees എന്താണ് വിമൻസിന്റെ അക്കൗണ്ടിൽ മന്ത്ലി വരുന്ന സ്കീം. ഓക്കെ, അടുത്ത എന്താണ്? പാകിസ്ഥാൻ ഹോസ്റ്റ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ് 2027. 2027 SCO സമ്മിറ്റ്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ് എവിടാണ് നടക്കാൻ പോകുന്നത്? ഇസ്ലാമാബാദ്, പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിലാണ് 2027 SCO സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് 2025 അപ്പൊ നെക്സ്റ്റ് 2026, 27 പാകിസ്ഥാൻ നടക്കാൻ പോകുന്നത്. അപ്പൊ 2026 ആരാണ് അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? 2026 SCO സമ്മിറ്റ് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? കിർഗിസ്ഥാൻ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ 2026 SCO സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് കിർഗിസ്ഥാനാണ്. SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഷാങ്ഹായ് തന്നെയാണ്. അപ്പൊ അത് ഫൗണ്ട് ചെയ്ത വർഷം ഏതാടാ? 2001 SCO ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. 2027 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനാണ്. ആൻഡ് അടുത്ത വർഷം അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കിർഗിസ്ഥാൻ. സോ അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യൻ ആർമി ടെസ്റ്റ് ഡ്രോൺ എനേബിൾഡ് ടാക്ടിക്കൽ ഓപ്പറേഷൻ ഇൻ എക്സസൈസ് സിയോം പ്രഹാർ. അപ്പൊ എക്സസൈസ് സിയോം പ്രഹാർ എന്താണ്? ഡ്രോൺസിനെ ഇനേബിൾ ചെയ്തുകൊണ്ടുള്ള എന്താണ്? ഡ്രോൺസിനെ ഇനേബിൾ ചെയ്തുകൊണ്ടുള്ള എക്സസൈസ് ആണ് എക്സസൈസ് സിയോം പ്രഹാർ. ഇന്ത്യൻ ആർമി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സസൈസ് സിയോം പ്രഹാർ എന്ന് പറയുന്നത് നമ്മുടെ കൂടുതൽ ടാക്ടിക്കൽ ഓപ്പറേഷൻസിനെല്ലാം ഡ്രോൺസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എന്താണ് ഒരു ടെസ്റ്റ് പ്രാക്ടീസ് ആണ് ഏത്? എക്സസൈസ് സിയോം പ്രഹാർ. എന്തിനാണ്? ഡ്രോണിനെ എനേബിൾ ചെയ്തുകൊണ്ടുള്ള ടാക്ടിക്കൽ ഓപ്പറേഷൻസ് ആണ് ഏത്? എക്സസൈസ് സിയോം പ്രഹാർ. സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FSSAI and Department of Agriculture Australia. So FSSAയും Department of Agriculture, Fisheries and Forestry ഓസ്ട്രേലിയയും കൂടി MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഏത് ഫീൽഡിലാണ്? ഫുഡ് സേഫ്റ്റിയുടെ ഫീൽഡിൽ അവർ രണ്ടുപേരും MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ എന്തിനു വേണ്ടിയുള്ള MOU ആണ്? ഫുഡ് സേഫ്റ്റിയുടെ MOU സൈൻ ചെയ്തു. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് ഫിഫ അൺവെയിൽഡ് മാസ്കോട്ട്സ് ഫോർ ദി 2026 ഫിഫ വേൾഡ് കപ്പ്. 2026 ഫിഫ വേൾഡ് കപ്പിനുള്ള മാസ്കോട്ട് അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു സീനിയർ മെൻസ് കാറ്റഗറിയിൽ എന്താണ് 3 മാസ്കോട്ടുകൾ ഫിഫ റിലീസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ കോഹോസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള US-ന്റെ മാസ്കോട്ട് ഏതാണ്? ക്ലച്ച്, കാനഡ മേപ്പിൾ ആൻഡ് മെക്സിക്കോ സായോ. അപ്പൊ എന്താണ്? സെയിം പെയർ ഓഫ് ലെറ്റേഴ്സ് ഒരുമിച്ച് വരില്ല കേട്ടോ. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്, ക്ലച്ച്, കാനഡ നോക്കണ്ട. ക്ലച്ച് ആരാണ്? US-ന്റെ ആണ് ക്ലച്ച്. US ക്ലച്ച് പിടിച്ച് ഓൾറെഡി ഇരിക്കുകയാണ്. സോ US-ന്റെ ക്ലച്ച് ആണ്. കാനഡ മേപ്പിൾ മരങ്ങൾ കാനഡയിൽ, അങ്ങനെ മീൻസ് മേപ്പിൾ മരം അല്ല, ആ ഒരു ഇത് കാനഡയിൽ എന്താണ്? മേപ്പിൾ ആൻഡ്. മെക്സിക്കോയിൽ എന്താണ്? സായു. മെക്സിക്കോ XZ മെക്സിക്കോയുടെ X Z എന്ന് ഓർത്തു വെക്കാം. അപ്പൊ മെക്സിക്കോ സായു വരും. മേപ്പിൾ എന്താണ്? മേപ്പിൾ കാനഡ വന്നു. ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്ലച്ച് പിടിച്ചു, ക്ലച്ച്. അപ്പൊ 3 മാസ്കോട്ടുകളാണ് ഫിഫ 2026 വേൾഡ് കപ്പിന്റെ 3 മാസ്കോട്ടുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു സീനിയർ മെൻസ് ഇവന്റിൽ 3 മാസ്കോട്ടുകൾ റിലീസ് ചെയ്തത്. അപ്പൊ കോ ഹോസ്റ്റ് നേഷൻസ് US, കാനഡ ആൻഡ് മെക്സിക്കോ. അപ്പൊ അവരുടെ മാസ്കോട്ടുകളും റിലീസ് ചെയ്തിട്ടുണ്ട്. US ക്ലച്ച് പിടിച്ചു ആൻഡ് മെക്സിക്കോ സായു. ബാക്കിയുള്ള ആരും കാനഡ. ഓക്കെ അല്ലടാ? മേപ്പിൾ കാനഡ. സെറ്റ് ആണല്ലോ? അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? അഹമ്മദാബാദ് ടു ഹോസ്റ്റ് 11th ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ 11ാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കാൻ പോകുന്നു. ആൻഡ് അത് ക്വാളിഫൈ ചെയ്യുന്നവര് 2026 ഏഷ്യൻ ഗെയിംസിന്റെ എന്താണ് ക്വാളിഫയർ ആയിട്ട് ഈ ഒരു ഇവന്റ് കണക്കാക്കപ്പെടുന്നതായിരിക്കും അല്ലെ. 2026 ഏഷ്യൻ ഗെയിംസിന്റെ ക്വാളിഫയർ ആയിട്ടും ഈ ഒരു അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? സോ അടുത്തത് ഫസ്റ്റ് ഇന്ത്യൻ ഇന്റർനാഷണൽ ടു സൈൻ
ബിഗ് ബാഷ് ലീഗ് ടീം. അപ്പൊ ബിഗ് ബാഷ് നമ്മുടെ IPL ഒക്കെ പോലെ ഓസ്ട്രേലിയയുടെ പ്രൊഫഷണൽ T20 എന്താണ് ഒരു ലീഗാണ് ഈ ഒരു ബിഗ് ബാഷ് ലീഗ് എന്ന് പറയുന്നത്. ആ ബിഗ് ബാഷ് ലീഗിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ഇന്റർനാഷണൽ ആരാണ്? രവിചന്ദ്രൻ അശ്വിനെ ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗ് ടീമിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സോ അടുത്തത്, കണ്ണദാസ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി 13th ഡയറക്ടർ ഓഫ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ എന്താണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 13ാമത് ഡയറക്ടർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? കണ്ണദാസിനെ അപ്പോയിന്റ് ചെയ്ത്. ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഇദ്ദേഹം ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഡ് ചെയ്യുന്ന ആദ്യത്തെ മൈക്കോളജിസ്റ്റ് ആണ് ഇദ്ദേഹം, അല്ലെ? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ ബോട്ടണി റിലേറ്റഡ് ആണ്, പക്ഷെ ഇദ്ദേഹം ഒരു സുവോളജിസ്റ്റ് ആണല്ലേ, മൈക്കോളജിസ്റ്റ് ആണ്. സോ മൈക്കോളജിസ്റ്റ് ആണ്, ഫസ്റ്റ് മൈക്കോളജിസ്റ്റ് ടു ലീഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 13ാമത് ഡയറക്ടർ ആരാണ്? കണ്ണദാസ്. അദ്ദേഹം ഒരു മൈക്കോളജിസ്റ്റ് ആണ്. ആൻഡ് അടുത്ത പോയിന്റ്, ജേർണലിസ്റ്റ് അംഷി പ്രസന്നകുമാർ വിൻസ് കൃഷി മീഡിയ അവാർഡ് 2025. അപ്പൊ ജേർണലിസ്റ്റ് അംഷി പ്രസന്നകുമാറിന് എന്താണ്? കൃഷി മീഡിയ അവാർഡ്, അഗ്രികൾച്ചർ ജേർണലിസത്തിന് നൽകുന്ന അവാർഡാണ് കൃഷി മീഡിയ അവാർഡ്. അത് ഈ വർഷത്തെ കരസ്ഥമാക്കിയത് ആരാണ്? ജേർണലിസ്റ്റ് അംഷി പ്രസന്നകുമാർ. ഓക്കെ അല്ലേ? സോ ISSF ജൂനിയർ വേൾഡ് കപ്പ് 2025 എവിടെയാണ് നടന്നത്? എന്താണ്? ജൂനിയർ വേൾഡ് കപ്പ് എവിടെ നടന്നു? ISSF ജൂനിയർ വേൾഡ് കപ്പ് എവിടെയാണ്? നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. സോ ഈ ഒരു ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ISSFല് വിൻ ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? ISSF എന്താണ്? ഷൂട്ടിംഗ് ജൂനിയർ വേൾഡ് കപ്പ് 2025 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ഈ ഒരു ഇവന്റില് ടോപ്പ് നിൽക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതൊക്കെ ഇന്ത്യ തന്നെ ജയിക്കും. ഒരു പ്രത്യേക ഒരു പ്രവൃത്തിയില്ല അല്ലെ? സോ ഇന്ത്യ ടോട്ടൽ 26 മെഡൽ നേടിയിരുന്നു. 26 മെഡലോട് കൂടി ഇന്ത്യ ഈ ഒരു ISSF ജൂനിയർ വേൾഡ് കപ്പിൽ എന്താണ് ടോപ്പ് പൊസിഷനിൽ ഇന്ത്യ വന്നു. എത്ര മെഡലാണ്? മൊത്തം 26 മെഡലാണ്. 26 മെഡലിൽ എത്ര ഗോൾഡ് ഉണ്ട്? 8 ഗോൾഡ് ഉണ്ട്. 8 ഗോൾഡ്, 10 സിൽവർ ആൻഡ് 8 ബ്രോൺസ്. സോ 26 മെഡൽസോട് കൂടി ഇന്ത്യ ISSF വേൾഡ് കപ്പിൽ ടോപ്പ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. എത്ര ഗോൾഡാണ്? മൊത്തം 8 ഗോൾഡ് കരസ്ഥമായി. ആൻഡ് ആ ഇവന്റ് നടന്നത് ന്യൂഡൽഹിയിലാണ്. സോ ഇന്ത്യസ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ഇൻ ഹിമാചൽ പ്രദേശ് ലഹോൾ സ്പിതി ഡിസ്ട്രിക്ട്. അപ്പോൾ ലഹോൾ സ്പിതി ഡിസ്ട്രിക്റ്റിലെ ഇന്ത്യയുടെ കോൾഡ് ഡെസേർട്ട് ഏതാണ്? സ്പിതി വാലി എന്ന് പറയും. അപ്പൊ ആ ഒരു സ്പിതി വാലി നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഇന്ത്യയുടെ സ്പിതി വാലി ഈ ട്രാവലേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ്. ലഡാക്ക് ലേ പോലെ തന്നെ ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ സ്പിതി എന്ന് പറയുന്നത്. ഭയങ്കര എന്താണ് നല്ല ക്ലൈമറ്റ് ഒക്കെയുള്ള നല്ലൊരു ഒരു കോൾഡ് ഡെസേർട്ട് വാലി അല്ലേ? അപ്പൊ ആ സ്പിതി വാലി നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോ റിസർവിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോടാ? അപ്പൊ സ്പിതി ഏത് സ്റ്റേറ്റ് ആണ്? ഹിമാചൽ പ്രദേശ്. ആൻഡ് മിനിസ്ട്രി ഓഫ് ആയുഷ് ലോഞ്ചസ് പ്രയാസ് ഇന്റഗ്രേറ്റഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ അറ്റ് AIIA ഗോവ. അപ്പൊ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവയില് ഒരു ഇന്റഗ്രേറ്റഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ ആര് ലോഞ്ച് ചെയ്തു? അല്ലെങ്കിൽ ഏത് മിനിസ്ട്രി ലോഞ്ച് ചെയ്തു? ഏത് മിനിസ്ട്രി ആടാ? ആയുഷ് മിനിസ്ട്രി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഒരു എന്താണ്? പ്രയാസ് ഇന്റഗ്രേറ്റഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ ആയിട്ടുള്ള പ്രയാസ് എവിടെ ലോഞ്ച് ചെയ്തു? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവയിൽ ലോഞ്ച് ചെയ്തു. ഇതോടൊപ്പം തന്നെ വേറൊരു ഓങ്കോളജി സെന്ററും അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റഗ്രേറ്റീവ് ഓങ്കോളജി സെന്റർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ ലോഞ്ച് ചെയ്തു. ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ 2 സെന്റേഴ്സ് ആണ്. ഒന്ന് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററും ഒരു ഓങ്കോളജി സെന്റർ. ഇത് രണ്ടും എവിടെ ലോഞ്ച് ചെയ്തു? AIIA ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവയിൽ ലോഞ്ച് ചെയ്തു. അപ്പൊ എന്തെങ്കിലും കാര്യത്തിന്റെ ഭാഗമായിട്ടിരിക്കും 2 ഒരേ സ്ഥലത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നത് അല്ലെ?
അപ്പൊ നമ്മുടെ നാഷണൽ ആയുർവേദ ഡേയുടെ ഭാഗമായിട്ടാണ് ഈ 2 സെന്റേഴ്സും വന്നിട്ടുള്ളത്. സോ നാഷണൽ ആയുർവേദ ഡേ വരുന്നത് എന്നാണ് സെപ്റ്റംബർ 23 നാഷണൽ ആയുർവേദ ഡേ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഈ വർഷം അതിന്റെ 10th ഇയർ 10th ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രയാസം അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്റഗ്രിറ്റി ഓങ്കോളജി സെന്റേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഓങ്കോളജി സെന്റർ ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണ്? ആയുഷ് മിനിസ്ട്രി തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ്, മുഖി ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യ ബോൺ അഡൾട്ട് ചീറ്റ. സോ ഫസ്റ്റ് ഇന്ത്യ ബോൺ അഡൾട്ട് ചീറ്റ അറ്റ് കുനോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ ബോൺ ചീറ്റന്റെ അഡൾട്ട് സ്റ്റേജ് വന്നിട്ടുണ്ട്. സോ ആ ചീറ്റയുടെ പേരെന്താണ്? മുഖി. സോ അടുത്ത RBI ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് റീസെന്റ് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ശിരീഷ് ചന്ദ്ര മുർമുവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് RBI ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട്. രാജേശ്വർ റാവുവിന്റെ പൊസിഷനിലേക്ക് അല്ലെ, രാജേശ്വർ റാവു RBI ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ സക്സീഡ് ചെയ്തിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ശിരീഷ് ചന്ദ്ര മുർമുവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. So Shailesh Chandra appointed as MD and CEO of Tata Motors. So Tata Motors ന്റെ MD and CEO ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ശൈലേഷ് ചന്ദ്രനെ അപ്പോയിന്റ് ചെയ്തു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് ശിരീഷ് ചന്ദ്ര. രണ്ടും ചന്ദ്രയും ശീർഷിൽ തുടങ്ങുന്നത്, സോ അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോകരുത്. RBI ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? ശിരീഷ് ചന്ദ്ര മുർമു. ആൻഡ് ടാറ്റ മോട്ടോഴ്സിന്റെ MD ആൻഡ് CEO ശൈലേഷ് ചന്ദ്ര. ഗജ രക്ഷക് ആപ്പ് ഫോർ എലഫന്റ് ഇൻ ബന്ദർഗർ. അപ്പൊ ഗജ രക്ഷക് ആപ്പ് എന്താണ്? എലിഫന്റ് ഹ്യൂമൻ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്പാണ്. ഏതാണ്? ഗജ രക്ഷക് ആപ്പ്. സോ ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025, ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025 ഏത് സ്റ്റേറ്റിനാടാ? ആന്ധ്രാപ്രദേശിനാണ് ഗ്ലോബൽ ടൂറിസം അവാർഡ് 2025 ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്. So Pravir Ranjan appointed as DG of CISF. അപ്പൊ CISF ന്റെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ DG ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? പ്രവീർ രഞ്ജനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ DG ആയിട്ട് പ്രവീൺ കുമാറിനെ അപ്പോയിന്റ് ചെയ്തു. 2 അപ്പോയിന്റ്മെന്റുകളാണ്. ആരാണ്? CISF-നെ പ്രവീർ രഞ്ജനും ആൻഡ് ITBP-യുടേത് പ്രവീൺ കുമാർ. സോ എക്സസൈസ് എന്താണ്? കവച്. എക്സസൈസ് കവച് എന്തിന്റെയാണ്? ആർമിയുടെ ഡ്രോൺ എക്സസൈസ് ആണ് എക്സസൈസ് കവച്. എവിടെ നടന്നു? അരുണാചൽ പ്രദേശിൽ നടന്നു. ആൻഡ് അടുത്തത് NCRB 2023 റിപ്പോർട്ടാണ്. നാർക്കോട്ടിക്സ് ക്രൈം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടാണ്. ഏതാണ്? വയലന്റ് ക്രൈംസിൽ ടോപ്പ് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. വയലന്റ് ക്രൈംസ് കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സ്റ്റേറ്റ് അല്ലെ. മണിപ്പൂരിൽ റീസെന്റ് ആയിട്ട് ഒട്ടനവധി ക്രൈം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ 20 ടൈംസ് ഇരട്ടി. മുൻ വർഷങ്ങളിൽ നിന്നും 20 ഇരട്ടിയോളമാണ് ഇപ്പോഴത്തെ ക്രൈം റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണുന്നതാണ് മണിപ്പൂരിലെ ഈ ഒരു മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ബോർഡറിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു ക്രൈം റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ക്രൈംസിൽ ടോപ്പ് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. സോ 1992 ബാച്ച് IAS ഓഫീസർ രാജീവ് വർമ്മ ടു ബിക്കം ഡൽഹി ചീഫ് സെക്രട്ടറി. അപ്പൊ ഡൽഹി ചീഫ് സെക്രട്ടറി ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടടാ? രാജീവ് വർമ്മയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? R വെങ്കട്ടരമണി റീ അപ്പോയിന്റഡ് ആസ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. നമ്മുടെ 16ാമത് അറ്റോർണി ജനറൽ ആയിട്ടുള്ള R വെങ്കട്ടരമണിയെ അദ്ദേഹത്തിന് എന്താണ് വീണ്ടും 2 വർഷത്തേക്ക് 2027 വരെ അദ്ദേഹത്തിന് തന്നെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് റീ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ R വെങ്കട്ടരമണി is the 16th അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. സോ അടുത്ത എന്താണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വൺ 9th ഏഷ്യ കപ്പ് ടൈറ്റിൽ. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു നല്ലൊരു ഹ്യൂജ് വിക്ടറി നേടി തന്ന ഒരു ഇവന്റ് ആണ് ഏഷ്യ കപ്പ് ടൈറ്റിൽ 2023.
2025. അപ്പൊ 9ാമത് ഏഷ്യ കപ്പ് ടൈറ്റിൽ 2025 നേടിയത് ആരാണ്? നമ്മുടെ സ്വന്തം ഭാരത് അല്ലെ, നമ്മുടെ ഇന്ത്യയാണ് ടൈറ്റിൽ വിന്നേഴ്സ്. അപ്പൊ എവിടാണടാ ഈ ഇവന്റ് നടന്നത്? UAE നടന്നു. ആരെയാണ് ഇന്ത്യ ഡിഫീറ്റ് ചെയ്തത്? മാച്ച് കാണുന്നവരെല്ലാം കണ്ടു കാണും അല്ലെ. പാകിസ്ഥാനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഇന്ത്യ 9th ഏഷ്യ കപ്പ് ടൈറ്റിൽ 2025 നേടിയെടുത്തു. ആൻഡ് ആ ഒരു കപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് നടന്നത് UAE വെച്ചാണ് ഈ ഒരു ഇവന്റ് നടന്നത്. ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ അപ്രൂവ് ഫസ്റ്റ് ക്രോസ് ബോർഡർ റെയിൽവേ ലിങ്ക്. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് റീസെന്റ് MOU സൈൻ ചെയ്തിട്ടുള്ളത്? ഭൂട്ടാനുമായിട്ട് MOU സൈൻ ചെയ്തു. ഫസ്റ്റ് ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്ട് ഏതാടാ? ഛത്തീസ്ഗഡിലെ ഭാലോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്ട്. അപ്പൊ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആ സ്റ്റേറ്റിനെ കംപ്ലീറ്റ്ലി ഒരു ചൈൽഡ് മാരേജ് ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് എന്നത്തോടുകൂടി അവർ കംപ്ലീറ്റ്ലി ഫ്രീ ബൈ ചൈൽഡ് മാരേജ് എന്നത്തോടുകൂടി വരും എന്നാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. 2028-29 ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് വൈസ് ചൈൽഡ് ഫ്രീ ആകുമെന്ന് അവർ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ചൈൽഡ് മാരേജ് ഡിസ്ട്രിക്ട് ഏതാണ്? ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്ട് ഏതാണ്? ഛത്തീസ്ഗഡിലെ ബാലോഡ്. ഇനി കല്യാണം ഒന്നും ഇല്ല അല്ലെ. ബാലോഡ്. സോ ഫസ്റ്റ് ചൈൽഡ് മാരേജ് ഫ്രീ district. Cabinet Committee on Economic Affairs approves opening of 57 new Kendriya Vidyalayas across India. അപ്പോൾ ഇന്ത്യക്ക് മൊത്തം 57 പുതിയ KVസിനുള്ള അപ്രൂവൽ നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി, ഇക്കണോമിക്സ് അഫയേഴ്സ് ക്യാബിനറ്റ് കമ്മിറ്റി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. എത്ര KVs ആണ്? 57 KVസിനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഔട്ട്ലേ കൊടുത്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5862.55 കോടിയാണ് KVസിന് വേണ്ടിയിട്ട് ഔട്ട്ലേ ചെയ്തിട്ടുള്ള എമൗണ്ട്. സോ ബത്തുകമ്മ ഫെസ്റ്റിവൽ സെറ്റ്സ് ടു ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അപ്പൊ തെലങ്കാനയിലെ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഏത്? ബത്തുകമ്മ. അപ്പൊ തെലങ്കാനയിലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ബത്തുകമ്മയ്ക്ക് 2 ഗിന്നസ് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ഫ്ലോറൽ അറേഞ്ച്മെന്റ് നടത്തിയ ഒരു ഫെസ്റ്റിവൽ ആൻഡ് സിങ്ക്രണൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ പാർട്ടിസിപ്പൻസ് ഡാൻസ് ചെയ്ത് ഈ 2 ഗിന്നസ് റെക്കോർഡുകളും ഏത് ഫെസ്റ്റിവലിനാണ്? ബത്തുകമ്മ, തെലങ്കാനയിലെ ബത്തുകമ്മ ഫെസ്റ്റിവലിന്, ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് ലഭിച്ചു. ആൻഡ് ഗോഡസ് ഗൗരിയെ ഓണർ ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. 2 ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു. ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ഫ്ലോറൽ അറേഞ്ച്മെന്റ് നടത്തിയതും അതുപോലെ തന്നെ ലേഡീസ് പാർട്ടിസിപ്പേറ്റ് സിങ്ക്രണൈസ് ആയിട്ട് കുറെ ലേഡീസ് ഡാൻസ് ചെയ്തു എന്നുള്ള ഈ 2 ഗിന്നസ് റെക്കോർഡുകളും ഏത് ഫെസ്റ്റിവലാണ്? ബത്തുകമ്മ ഫെസ്റ്റിവൽ. ഏത് സ്റ്റേറ്റ് ആണ്? തെലങ്കാന. സെറ്റല്ലേടാ? അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് D അല്ലെ എക്സാം ഡേറ്റ് ഒക്കെ റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും. നവംബർ 17 ഇനിയുമുണ്ട്, ഒരു മാസത്തിലധികം സമയം അല്ലെ, 1.5 മാസത്തോളം സമയമുണ്ട്. സോ നവംബർ 17 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. നവംബർ 17 മുതൽ ഡിസംബർ 5 വരെയാണ് RRB ഗ്രൂപ്പ് Dയുടെ എക്സാം ഡേറ്റ് കറന്റ്ലി നമ്മൾ അറിയിച്ചിട്ടുള്ളത്. 1 കോടിയിലധികം ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം ആണ്. അപ്പൊ അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാകും. ബട്ട് സ്റ്റിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇനിയും നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് എന്ന് സാരം. സോ ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ ഇനി ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് ഒരു 60 ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മുടെ AZD അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എവിടെ തുടങ്ങും? ഇവിടെ തുടങ്ങാമല്ലോ. എവിടെ തുടങ്ങാം? നമുക്ക് AZD അക്കാഡമി തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന സ്ക്രോളിംഗ് ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ സെഷനിലോട് തിരികെ പോകാം. അടുത്ത പോയിന്റ് എന്താണ്? യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് മിഷൻ ഫോർ ആത്മനിർഭരത ഇൻ പൾസസ്. അപ്പൊ എല്ലാത്തിലും ആത്മനിർഭരത നോക്കാണ്. അപ്പൊ അതുപോലെ തന്നെ പൾസസിന്റെ കേസിൽ പൾസസിന്റെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസറും കൺസ്യൂമറും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അപ്പൊ അതിൽ കൂടുതൽ എങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമുക്ക് കിട്ടുന്നില്ല. സോ അതിൽ സെൽഫ് റിലയൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മിഷൻ ആത്മനിർഭരത ഇൻ പൾസസ് എന്നൊരു 6 ഇയർ ലോങ് മിഷൻ നമ്മുടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 6 വർഷം നീണ്ട ഒരു മിഷനാണ്.
അപ്പൊ അതിനു വേണ്ടി ഔട്ട്ലേ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 11,440 കോടിയാണ്. എന്താണ്? ആത്മനിർഭരത ഫോർ പൾസർ 6 years നീണ്ട മിഷനാണ്. എമൗണ്ട് 11,440. International Atomic Energy Agency approves Maldives membership bid at 69th General Conference in Vienna. അപ്പൊ എന്താണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നെക്സ്റ്റ് മെമ്പർ ആയിട്ട് ആരെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്? മാൽദീവ്സിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? അറ്റ് 69th ജനറൽ കോൺഫറൻസ്. അപ്പൊ 69ാമത്തെ ജനറൽ കോൺഫറൻസ്, ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന 69ാമത്തെ ജനറൽ കോൺഫറൻസിൽ നമ്മുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പുതിയ മെമ്പർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്? മാൽദീവ്സിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ മാൽദീവ്സ് IAEA-യുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ 181ാമത്തെ മെമ്പറാണ്. സോ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ JP നദ്ദ ഓപ്പൺസ് third global food regulator summit. food regulator summit ആര് ലോഞ്ച് ചെയ്തടാ? യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ JP നദ്ദ ലോഞ്ച് ചെയ്തു. യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അൺവെയിൽസ് മൈ ഭാരത് മൊബൈൽ ആപ്പ്. മൈ ഭാരത് മൊബൈൽ ആപ്പ് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. So, Lieutenant General Virendra Watts assumed charge as Director General of National Cadet Corps. അപ്പോൾ NCC-യുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ലഫ്റ്റനന്റ് ജനറൽ വീരേന്ദ്ര വാട്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് വേറൊരു വാട്സ് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എന്താണ് പ്രസിഡന്റ് ആയിട്ട് ഏതോ ഒരു വാട്സ് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അത് നോക്കുക കേട്ടോ. ഇങ്ങനെ വരുന്നത് കമ്പയർ ചെയ്ത് തന്നെ പോവുക. ആൻഡ് നാഷണൽ കാഡറ്റ് കോർപ്സ് NCC-യുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? വീരേന്ദ്ര വാട്സിനെ. കോപ്സിന്റെ ഹെഡായിട്ട് വാട്സിനെ അപ്പോയിന്റ് ചെയ്തു. വാട്സിനെ അപ്പോയിന്റ് ചെയ്തു. വീരേന്ദ്ര വാട്സിനെ നാഷണൽ കാഡറ്റ് കോർപ്സിന്റെ ഹെഡായിട്ട് ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഇന്ത്യസ് ഫസ്റ്റ് ഡുഗോങ് കൺസർവേഷൻ റിസർവ് ഗെറ്റ്സ് IUCN റെക്കഗ്നിഷൻ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡുഗോങ് കൺസർവേഷൻ റിസർവിന് എന്താണ്? ഈ സീ കൗ എന്ന് പറയുന്ന ഒരു സീ ആനിമൽ ആണ്. അപ്പൊ ഡുഗോങ് കൺസർവേഷൻ റിസർവിന് തമിഴ്നാട്ടിലെ പാക് ബേയിലുള്ള ഡുഗോങ് കൺസർവേഷൻ റിസർവിന് തമിഴ്നാട്ടിലെ പാക് ബേയിലുള്ള ഡുഗോങ് കൺസർവേഷൻ റിസർവിന് IUCN റെക്കഗ്നിഷൻ ലഭിച്ചിട്ടുണ്ട് അല്ലെ. സോ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെക്കഗ്നിഷൻ ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഡുഗോങ് കൺസർവേഷൻ റിസർവ്. 11th വേൾഡ് ഗ്രീൻ ഇക്കോണമി സമ്മിറ്റ് എവിടാണ് സ്റ്റാർട്ട് ചെയ്തത്? ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. 11th വേൾഡ് ഗ്രീൻ ഇക്കോണമി സമ്മിറ്റ്. ഓക്കെ, ഇനി ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ പോയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? അന്ത്യോദയ ദിവസ് എന്നാടാ? 25 സെപ്റ്റംബർ ആണ്. ഏത്? അന്ത്യോദയ ദിവസ് അല്ലെ. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ എന്താണ് ബർത്ത് ആനിവേഴ്സറി ആണ് അന്ത്യോദയ ദിവസ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ്? സെപ്റ്റംബർ 25. എന്താണല്ല എന്നാണ് സെപ്റ്റംബർ 25 അന്ത്യോദയ ദിവസ്. വേൾഡ് ടൂറിസം ഡേ എന്നാണ് 27th സെപ്റ്റംബർ ആണ് വേൾഡ് ടൂറിസം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ടൂറിസം ഡേയുടെ തീം എന്താണ്? ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ആണ് വേൾഡ് ടൂറിസം ഡേയുടെ തീം. സോ വേൾഡ് റാബീസ് ഡേ എന്നാണ് 28 സെപ്റ്റംബർ. 25, 27, 28, 29 എന്താണ്? ഹാർട്ട് ഡേ. വേൾഡ് ഹാർട്ട് ഡേ. ഡോണ്ട് മിസ് എ ബീറ്റ്. ഒരു ബീറ്റ് പോലും നഷ്ടപ്പെടുത്തരുത്. ഈ വർഷത്തെ തീമാണ് ഡോണ്ട് മിസ് എ ബീറ്റ്. ഡോണ്ട് മിസ് എ ബീറ്റ് ആണ് ഈ വർഷത്തെ ഹാർട്ട് ഡേയുടെ തീം എന്ന് പറയുന്നത്. എന്നാണ്? 29th സെപ്റ്റംബർ. അപ്പൊ 25 അന്ത്യോദയ ദിവസ്, 26 ടൂറിസം ഡേ വരും, ആൻഡ് 27 വേൾഡ് റാബീസ് ഡേ. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. 29 ഇമ്പോർട്ടന്റ് ആണ് വേൾഡ് ഹാർട്ട് ഡേ. തീം ഇമ്പോർട്ടന്റ് ആണ് ഡോണ്ട് മിസ് എ ബീറ്റ്. ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ 30 സെപ്റ്റംബർ ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് 1st ഒക്ടോബർ വരും. ആൻഡ് ഗാന്ധി ജയന്തി ആൻഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് നമുക്കറിയാവുന്ന ദിവസം അല്ലെ. പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ട, October 2nd. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ മാത്രം നമ്മൾ ഒരൊറ്റ ഷോട്ടിൽ നോക്കിയിട്ടുണ്ട്. സോ
സോ ഫുൾ ഡെയിലി നോക്കുന്നില്ലെങ്കിൽ പോലും വീക്ക്ലി എങ്കിലും കറണ്ട് അഫയേഴ്സുകൾ നോക്കുക. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീക്ക്ലി നോക്കുമ്പോൾ ഡെയിലി നോക്കുന്നവർക്ക് ഇത് റിവിഷൻ സെഷൻ ആണ്. റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വരുന്ന എക്സാംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ അറ്റംപ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.